ഹലോ. അപ്പോൾ എല്ലാവർക്കും മാത്തമാറ്റിക് മലയാളത്തിൻ്റെ പോളിറ്റി ക്ലാസ്സസിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, നമ്മൾ യൂഷ്വലി SSC സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ GK സെക്ഷൻ കവർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പോളിറ്റിയും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. പക്ഷേ നിങ്ങളിപ്പോൾ PSCക്ക് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ മത്സര പരീക്ഷ എഴുതുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ പോളിറ്റിയാണ്. അതിൻ്റെ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലെക്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ള ചാപ്റ്റർ 2 വരെ ലെക്ചേഴ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ അതെല്ലാം കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരോട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി ചാപ്റ്റർ 2 നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസിൻ്റെ അതിൻ്റെ സ്ട്രക്ചേഴ്സിനെയും കുറിച്ചൊക്കെയല്ല പഠിച്ചത്. ഓരോന്ന് വന്നത് എന്തിനാണ് അതിൻ്റെ പേർപ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കൂടുതൽ പഠിച്ചത്. ക്രിറ്റിസിസം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കൂടുതൽ. നമ്മൾ ഇനി കുറച്ചും കൂടെ അതിനെ നിർമ്മിക്കുന്ന ഘടന നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോരോ ഭാഗങ്ങളിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ആക്ച്വലി ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ പിന്നെ വരുന്ന ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ആക്ച്വലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ലെക്ചർ എന്നതിനേക്കാൾ ഉപരി അതൊരു റീഡിങ് സെഷൻ പോലെ നമ്മൾ സ്വീകരിച്ചാൽ മതി. എസ്പെഷ്യലി അത് ആക്ച്വലി യൂസ്ഫുൾ ആവുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ KAS എക്സാമിനോ UPSC എക്സാമിനോ പ്രിപ്പയർ ചെയ്യുന്നവർ, UPSC എക്സാമിൽ തന്നെ എസ്പെഷ്യലി ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഇതുണ്ടല്ലോ, നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസും പൊളിറ്റിക്കൽ സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പൊളിറ്റിക്കൽ റിലേഷൻസിൻ്റെയൊക്കെ അത് മെയിൻസായിട്ട് എഴുതുന്നവരും അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന. കാരണം ആക്ച്വലി ഒരുപാട് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരുപാട് കമൻട്രീസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെയിൻസിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊരു ആൻസർ റൈറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒരുപാട് കോട്ട്സും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ഉത്ഭവം എവിടെ നിന്നാണ്, അല്ലേ, അതിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ എന്താണ്. ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന പലതരം ഭരണഘടനകളുണ്ട്. റിട്ടൺ ഉണ്ട്, അൺറിട്ടൺ ഉണ്ട്, ഇവോൾവ്ഡ് ഉണ്ട്, എനാക്റ്റഡ് ഉണ്ട്, പിന്നെ റിജിഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട്. പല പല ചരിത്രപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ ഓരോ സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീഡിങ് ടൈപ്പ് ഇതും, അതിൽ തന്നെ വേറെ ഫ്രെഡറിച്ച് അതുപോലെയുള്ള ഒരുപാട് ഗ്രാൻവിൽ ഓസ്റ്റിൻ അങ്ങനെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുടെ കമൻറ്ററിയും ആണ് അതിലുള്ളത്. സോ ആ ചാപ്റ്റർ നമുക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഡാറ്റ കണ്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുണ്ട് എന്നുള്ളത് പെർസ്യൂ ചെയ്തു പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടെക്സ്റ്റിലെ ചാപ്റ്റർ 4 ആണ് പഠിപ്പിക്കുന്നത്. സോ ആരെങ്കിലും ഇപ്പോൾ എനിക്കറിയാം കുറച്ച് ആൾക്കാർ ലക്ഷ്മികാന്ത് ബുക്ക് വായിച്ചിട്ട് നമ്മളോട് ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള റാഷണൽ ഞാൻ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് സമയമൊന്നും ഒരുപാട് കളയാതെ ഈ ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന്. കുറച്ച് ആ പ്രത്യേകതകൾ പറയുന്നതിലൂടെ നമ്മൾ പതുക്കെ അതിനുള്ളിലെ ഉള്ളടക്കങ്ങളിലോട്ടും കൂടെ പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ലോകത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, എഴുതി വലിപ്പമുള്ള ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. അതെ, അപ്പോൾ ഒരുപാട് സോഴ്സുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉത്ഭവം കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 വർഷത്തോളമുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, അല്ലേ. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പല പല ഭരണഘടനകളുടെയും ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ഒരുപാട് കാര്യങ്ങളുടെയും ഇൻഫ്ലുവൻസ് എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ ഭരണഘടന നിർമ്മിച്ചത്. അപ്പോൾ അതിനാൽ തന്നെ
ഒരുപാട് കടം കൊള്ളലുകളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഭരണഘടനയാണ്. അത് ഭരണഘടനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തൊട്ട് മുമ്പുള്ള ഏറ്റവും സുപ്രധാനമായ ബ്രിട്ടീഷ് ലെജിസ്ലേഷനായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഫെഡറലിസത്തിനെയൊക്കെ ഒരുപാട് ഉയർത്തിപ്പിടിക്കാൻ ആയിട്ട് ശ്രമിച്ച ഒരു ലെജിസ്ലേഷൻ അല്ലേ. എന്നാൽ ഫെഡറലിസം അന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ വിമുഖത കാരണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ട ഗൗരവത്തിൽ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഫെഡറലിസത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിൽ ഒരു വലിയ റെഫറൻസ് പോയിൻ്റാണ്. എത്രയൊക്കെ വിമർശനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഉണ്ടെങ്കിലും, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഹാങ് ഓവറിൻ്റെ അത്തരത്തിലുള്ള ഓർമ്മകൾ പേറുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞിരുന്നാലും വളരെ ചുരുക്കമായ ഒരു 4 വർഷ കാലയളവിൽ അല്ലേ, അത്രയും 11 സെഷനിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വൈവിധ്യമാർന്ന, ഇത്രയും ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് ഉള്ള, ഇത്രയും വലിയ കൾച്ചറൽ ഫാബ്രിക്കും ഡൈവേഴ്സും ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഏകീകൃതമായിട്ടൊരു ഭരണഘടന രൂപീകരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു റെഫറൻസ് പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിച്ചത് അല്ലേ. അപ്പോൾ അതിനകത്ത് ദർ ഈസ് നോ ഷെയിം ഇൻ അഡോപ്റ്റിംഗ് ദാറ്റ്. അതിനകത്ത് നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ടതോ അതിനകത്ത് നമുക്ക് ഈഗോ എടുക്കേണ്ടോ കാര്യമായിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ 1935 എന്ന് പറഞ്ഞാൽ വലിയ സോഴ്സാണ്. അതുപോലെ തന്നെ നമ്മൾ പല സോഴ്സ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം, നമ്മുടെ 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതൊക്കെ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ നോമിനേഷൻ, ഇതെല്ലാം നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതല്ലേ. അതുപോലെ തന്നെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ അല്ലേ, ഒരു ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്നുള്ളൊരു ഐഡിയോളജി നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ്. അതുമാത്രമല്ല, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കൺകറൻറ്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ലേ. ജർമ്മനിയുടെ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻസ് എടുത്തിട്ടുണ്ട് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എമർജൻസി പ്രൊവിഷൻസിൻ്റെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, അത്തരത്തിൽ ഒരുപാട് സോവിയറ്റ് യൂണിയനിൽ നിന്നും ജാപ്പനീസിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ പല നാടുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കും. അപ്പോൾ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. പിന്നെ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. റിജിഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നമുക്ക് റിജിഡ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് മാറ്റാൻ പറ്റാത്തത്. ഓക്കെ, റിജിഡാണ്, വളരെ നിർണയിച്ച് വെച്ചിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് അത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത്ര ഫ്ലെക്സിബിൾ അല്ല, എന്നാൽ ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സമന്വയമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അതുപോലെ തന്നെ വരണം എന്ന് നിർബന്ധമുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, റൂം ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് തരുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട് അല്ലേ. ദർ ഈസ് ഓൾവേസ് എ സ്പേസ് ഫോർ ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ആൻഡ് making new laws or questioning the laws which are against the democratic spirit or the spirit enshrined in the constitution. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയുടെ തത്വങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണഘടന മുൻനിർത്തുന്ന മൂല്യങ്ങൾക്കോ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വെട്ടിമാറ്റാനും അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മാറുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് മുന്നേറാനുള്ള ഫ്ലെക്സിബിലിറ്റി അതേസമയം റിജിഡുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സമന്വയം വന്നതും ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസസ് ഉൾക്കൊണ്ടതുകൊണ്ടാണ്. പിന്നെ അടുത്ത ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലും പറയുന്നുണ്ട്, നമ്മളെപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും ഫെഡറലിസത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്നെപ്പോഴും ഒരു വിമർശനം പൊതുവെ പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും പറയുന്ന കേൾക്കാം. അതിനകത്ത് കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫെഡറലിസം എന്ന തത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതായത് ഞങ്ങളുടെ മാറ്റേഴ്സിൽ നിങ്ങൾ കൈയിടരുത് എന്ന് സ്റ്റേറ്റ് സെൻറ്ററിനോട് പറയുന്ന ഒരിതാണ്. പക്ഷേ ഇവിടെ അതൊരു രാഷ്ട്രീയ പ്രശ്നമാകാനായിട്ട് കാരണം എന്താ? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമായിരുന്നെങ്കിൽ അതിനൊരു ദർ ഈസ് എ റെസൊല്യൂഷൻ ഫോർ ദാറ്റ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റിനെയോ സെൻറ്ററിനെ പ്രതികൂട്ടി നിർത്താം. പക്ഷേ ഫെഡറലിസത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള രാഷ്ട്രീയ തർക്കം വരാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറലിസം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല.
ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അംബേദ്കർ ജി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്ത്യ ഈസ് എ നോൺ ഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ യൂണിയൻ, ആ ചട്ടക്കൂട്, ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നമ്മളിങ്ങനെ എടുത്ത് മനസ്സിൽ വിചാരിച്ചു, ആ ചട്ടക്കൂടിനകത്ത് ആ ചട്ടക്കൂട് എന്നും നിലനിൽക്കും. പക്ഷേ ദാറ്റ് ഈസ് എന്താ? ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ, നശിപ്പിക്കാൻ പറ്റാത്ത യൂണിയൻ, ബട്ട് ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. പക്ഷെ എന്താ? അകത്തുള്ള സംസ്ഥാനങ്ങളെ ഡിസ്ട്രക്റ്റ് ചെയ്യാനോ പറിച്ചു മാറ്റാനോ എന്താണ് വേറെ രീതിയിൽ മാപ്പ് വരയ്ക്കാനോ ഒക്കെ ഇന്ത്യൻ യൂണിയന് സാധിക്കും. അതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. അത് ടെറിട്ടറിയുടെ കാര്യത്തിൽ മാത്രമല്ല, എപ്പോഴും സെൻറ്ററിൻ്റെ കാര്യങ്ങൾക്കൊരു ചെറിയ പ്രാമുഖ്യമുണ്ട്. കൺകറൻ ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും. അതല്ലേ ഒരു സത്യം. ഇപ്പോൾ ഇച്ചിരി വിവാദമായി നിൽക്കുന്നൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ PM ശ്രീ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദമുണ്ട്. അതായത് എന്താ? സർക്കാർ പറയുന്നത് SSA സർവശിക്ഷാ അഭിയാനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഈ PM ശ്രീ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫണ്ടുകൾ, NEP പ്രകാരമുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് കിട്ടണമെങ്കിൽ അതിനകത്ത് ഒപ്പുവെക്കണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നിയമപരമായ വശവും മോറലായിട്ടുള്ള വശവും രണ്ടുണ്ട്. മോറലായിട്ടുള്ള വശത്തിൽ എന്താ ആൾക്കാർ പറയുന്നത്? മോറലായിട്ടുള്ള വശത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണല്ലോ അത് വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട പണമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള നിങ്ങളുടെ പണം നിങ്ങൾക്ക് എത്തുന്നുണ്ടല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളാണ്. ഈ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ഫണ്ടിൻ്റെ വിനിയോഗം അതെന്താ? ഇറ്റ്സ് നോട്ട് ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗലി കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല. അത് കേന്ദ്ര സർക്കാരിന് ഡിസ്ക്രിഷണറി പവർ, വിവേചനാധികാരം ഉണ്ട്. മനസ്സിലായി? വിവേചനാധികാരം ഉള്ളതുകൊണ്ട് ഇതിലുണ്ടെങ്കിലേ അതിലുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റും. കാരണം അത് എൻ്റെ എൻറ്റയർലി ഡിഫറൻറ്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഒരു കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് മനസ്സിലായില്ലേ? ഫെഡറൽ സിസ്റ്റത്തിൽ എന്താ വരുന്നത്? സംസ്ഥാനങ്ങൾക്ക് അത് കൊടുക്കണമെന്നുള്ളത്. പക്ഷേ യൂണിറ്ററി ബയസ് എന്താ? അവിടെ കേന്ദ്രത്തിൻ്റെ വിവേചനാധികാരത്തിൻ്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചപ്പോൾ അങ്ങനെ എടുത്തതുകൊണ്ട് കൂടിയാണ് ഈ യൂണിയൻ ഇപ്പോഴും ഈ ഒരു രീതിയിൽ, ഈ ഒരു സ്ട്രക്ചറിൽ നിലനിന്ന് പോകുന്നത്. സോ ഐ ആം ഓൾ ഫോർ ദാറ്റ്. ഈ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് തന്നെയാണ് ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ച് അന്നും ഇന്നും വേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, അഭിപ്രായങ്ങളൊക്കെ വിടാം. അടുത്ത ഫാക്റ്റിലോട്ട് പോകാം. പാർലമെൻ്ററി ഡെമോക്രസി അറിയാമല്ലോ, നമ്മളൊരു പാർലമെൻ്ററി ജനാധിപത്യ രാജ്യമാണ്. ഓക്കെ, പല സൈസ് ജനാധിപത്യം നമുക്കാണ്. ഇപ്പോൾ നോർത്ത് കൊറിയ വരെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ജനങ്ങളുടെ ഇഷ്ടം. പക്ഷേ ജനങ്ങളുടെ ഇഷ്ടമോ അനിഷ്ടമോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവോ എന്നതിനപ്പുറത്തേക്ക് ഒരു പാർലമെൻറ്റ് വേണം. അവിടെ ജനങ്ങളുടെ പ്രതിനിധി വേണം. അവർ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഉള്ള താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും വേണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർലമെൻ്ററി ഡെമോക്രസിയാണ് നമ്മളത് ഡബിൾ ഹൗസ് ഉള്ള പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ജനങ്ങൾ ഡയറക്റ്റ് അയക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ലോക്സഭയുണ്ട്, സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള രാജ്യസഭയുണ്ട്. പല വിഷയങ്ങളിൽ ഇവരുടെ രണ്ടുപേരുടെ സമ്മതമോ വിസമ്മതമോ ഒക്കെ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് ഉൾക്കൊണ്ടത്. ഓക്കെ, അതാണ് പാർലമെൻ്ററി ഡെമോക്രസി. പിന്നെ വരുന്നത് എന്താ? ജുഡീഷ്യൽ സൂപ്രീമസി ആൻഡ് പാർലമെൻ്ററി സോവറിനിറ്റി. ഇത് നമ്മുടെ ഭരണഘടനയുടെ കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ച് വളരെ അതിൻ്റെ ഹൃദയത്തിലുള്ള ഒരു വിഷയമാണ്. കാരണം എന്താ അറിയോ? എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഏതൊരു ലോ ബോഡിക്കും ഏതൊരു എൻറ്റിറ്റിക്കും ഒരു സുപ്രീം പവർ, ഒരു പരമാധികാരമില്ലാത്ത രീതിയിൽ ഒന്ന് മറ്റൊന്നിനെ എപ്പോഴും കൈചൂണ്ടി, ഒന്ന് മറ്റൊന്നിനെ എപ്പോഴും ഒരു ചെക്സ് ആൻഡ് ദർ ഈസ് ഓൾവേസ് ചെക്സ് ആൻഡ് ബാലൻസസ് മ്യൂച്വലി എന്ന് ഇംഗ്ലീഷിൽ പറയും. ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനും മോണിറ്റർ ചെയ്യും, ഞാൻ മോണിറ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ മോണിറ്റർ ചെയ്യും. ഇത് രണ്ടും പബ്ലിക് ഡൊമൈനിലും ഉണ്ടാവും. അപ്പോൾ ഒരു സുതാര്യതയുടെ എലമെൻ്റ് അവിടെ വരുന്നു എന്നുള്ളത്. ആ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ സുപ്രീമസി ആൻഡ് പാർലമെൻ്ററി സോവർണിറ്റി. ജുഡീഷ്യറിയുടെ, നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാരം, അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെയും പരമാധികാരം. ഇവർ രണ്ടുപേരും നമ്മളൊരു ഇൻ്റർപ്ലേ ഉണ്ട്. അത് വളരെയധികം രസകരമായ, കൗതുകമുണർത്തുന്ന, എന്നാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതും പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി തന്നെ ഇൻ്റഗ്രേറ്റഡും ആണ് ഇൻഡിപെൻഡൻറ്റുമാണ്. മനസ്സിലായോ? ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിലൊരു സ്ട്രക്ചറുണ്ട്, ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറുണ്ട്. മുകളിൽ സുപ്രീം കോടതി, താഴെ ഹൈക്കോടതികൾ, അതിന് താഴെയുള്ള സബ് കോടതികൾ എന്നുള്ളൊരു ഹൈറാർക്കിയൽ സ്ട്രക്ചറുണ്ട്. അതിരിക്കെ തന്നെ എന്താ, അത് ഇൻഡിപെൻഡൻറ്റുമാണ്. മനസ്സിലായോ? ഓരോ കോടതിയുടെയും പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രൊസീജിയറിലൊക്കെ വ്യത്യാസം വരും. ഇന്ന കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ, ഇന്ന കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞത് മാറി വരും. പക്ഷേ തത്വത്തിൽ ഏത് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്? ഭരണഘടന അനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലം ഇത്രയും ഫീച്ചേഴ്സിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഫീച്ചേഴ്സ് അല്ല, അതിനുശേഷം കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സെക്യുലർ നേച്ചർ. സ്റ്റേറ്റിൻ്റെ സെക്യുലർ നേച്ചർ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്യുലർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു മതവും ഇല്ലാത്ത സ്റ്റേറ്റാണോ, എല്ലാ മതങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റാണോ എന്നുള്ളൊരു പല ഡൈനാമിക് ആയിട്ടുള്ള വാദങ്ങളുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതിനൊരു ആവശ്യകതയുണ്ട്. പിന്നെന്താ, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, എല്ലാവർക്കും വോട്ടവകാശമുള്ളത്, സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലേ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക അതുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് വെച്ചിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഈ അനർഘനിർഗളം വളരെ നീണ്ടുപോകും ഈ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറടിയാവും. നമുക്കൊരു അറ്റൻഷൻ സ്പാൻ അനുസരിച്ചല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ. മാക്സിമം ഒരു 45 മിനിറ്റ്സ് തരാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഈ ചാപ്റ്റർ 3ൻ്റെ പാർട്ട് ഇതിലായിട്ട് വരും, 2 വരും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. അതെന്താ, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറയാം. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു സാധനം മിസ്സായിട്ടുണ്ടല്ലോ. ഇല്ല, ഓക്കെ. ആക്ച്വലി ഈ സ്ലൈഡാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം 1949 നവംബറിനാണല്ലോ നമ്മൾ ആ ഡ്രാഫ്റ്റ് അംഗീകരിച്ചിട്ട്, പിന്നെ 1950 ജനുവരി 26 നമ്മളത് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ 1949 നമ്മൾ അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒറിജിനലി 1949 ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് എ പ്രിയാമ്പിൾ, 395 ആർട്ടിക്കിൾസ് ഡിവൈഡഡ് ഇൻറ്റു 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. ഇത് നമുക്കറിയാം. അപ്പോൾ 1949 എന്താണ്, ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, പിന്നെന്താ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അത് 22 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് 8 ഷെഡ്യൂൾസ്. ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ആർട്ടിക്കിളുകളിലെ ചില കാര്യങ്ങൾ എല്ലാം തന്നെ ആർട്ടിക്കിളിനകത്ത് എഴുതാൻ പോയി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് വലുതാവും. അതിന് പകരം അത് റെഫർ ചെയ്ത് ഏറ്റവും അവസാനം ഷെഡ്യൂൾ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ട് നിർമ്മിച്ചു. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ റെഫറൻസ് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കൺസിസ്റ്റഡ് ഓഫ് ഓൺലി 7 ആർട്ടിക്കിൾസ്, ദ ഓസ്ട്രേലിയൻ 128, ദ ചൈനീസ് 138 ആൻഡ് ദ കനേഡിയൻ 147. അതായത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും 147 ആർട്ടിക്കിളേ ഉള്ളൂ. ഇന്ത്യയിൽ 395 ആർട്ടിക്കിളാണ്. അപ്പോൾ ആ സ്കെയിലൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ വെറും 7 ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, വെറും 7 ആർട്ടിക്കിൾ. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്കിപ്പം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഓർക്കുക. ഒറിജിനലി 1949 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിളും 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളും, അതിന് 22 പാർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് 445 ആർട്ടിക്കിളുകൾ, 25 പാർട്ടും 12 ഷെഡ്യൂളും. അതായത് ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ കൂടി, പാർട്സ് 22 പാർട്സിൽ നിന്ന് ആക്ച്വലി 3 പാർട്ട് കൂടിയെന്നാണ്. പക്ഷേ അതിലും കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പാർട്ട് ഡിലീറ്റ് ചെയ്തിട്ട് 4 പാർട്ട് ആഡ് ചെയ്തു. അപ്പോൾ 25 ആവുമല്ലോ. അതാണ് ആ 4 പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ്. പിന്നെന്താ, ആ 4 പാർട്ടുകളാണ് മുനിസിപ്പാലിറ്റീസിൻ്റെയും കോപ്പറേറ്റീവ്സിൻ്റെയും ട്രൈബ്യൂണൽസിൻ്റെയും പിന്നെ പാർട്ട് 4A. ഓക്കെ, പിന്നെന്താ 445 ആർട്ടിക്കിൾ, 395 നിന്ന സ്ഥലത്ത് നിന്ന് എന്തായി, വീണ്ടും 445 ആർട്ടിക്കിൾസിലോട്ട് ഉയർന്നു. അപ്പോൾ ഈ കാര്യം എഴുതി വെക്കുക, എപ്പോഴും റിവൈസ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് അങ്ങനെ തന്നെ റിവൈസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അതിനനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഉള്ള ആർട്ടിക്കിൾസിൻ്റെ ബേസായിട്ട് ഈ ഉള്ളൊരു കാര്യം ഓർത്ത് എപ്പോഴും വെക്കണം. അപ് ടു ഡേറ്റ് ആയിട്ട് ഇത് എപ്പോഴും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകണം. നമ്മൾ അമെൻമെൻറ്റ്സിനനുസരിച്ചും അതും ഇതൊക്കെ അനുസരിച്ച് മാറുമല്ലോ. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഇതാണ്
കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്നുള്ള രീതിക്ക് നമ്മൾ ചർച്ച ചെയ്താൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ലോകത്തുള്ള 2 ടൈപ്പ് ഭരണഘടനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, 2 അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലിഖിത നിയമങ്ങളും അലിഖിത നിയമങ്ങളും അല്ലേ. പക്ഷെ അലിഖിതം എന്ന വെച്ചാൽ അത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പേരിൽ അത് എഴുതാൻ വേണ്ടി ഒരു അസംബ്ലി ഉണ്ടായി, അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായി, ആ പ്രോസസ്സിൻ്റെ എൻഡിൽ ഒരു കൾമിനേഷനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർന്നു വന്നതാണ് റിട്ടൺ. അൺറിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭരണം പോകെ ഒരുപാട് കോഡ്സും ഒരുപാട് നിയമങ്ങളും ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളും ഒക്കെ ഇങ്ങനെ വരുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ. മനസ്സിലായോ? അതിനെ ഭരണഘടന എന്ന് പറഞ്ഞൊരു ബുക്കായിട്ടല്ല, അത് ഇതുവരെയുള്ള നിയമങ്ങളുടെയും നടത്തിപ്പുകളുടെയൊക്കെ ഒരു കളക്ഷൻ. അതിൻ്റെ പ്രൈം എക്സാമ്പിൾ ഉള്ളത് നമ്മുടെ UK മനസ്സിലായോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, UK ഇല്ല അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ UK കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ലാർജ്ലി റിട്ടൺ ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ്. മനസ്സിലായോ? പല കാലഘട്ടങ്ങളിൽ പല സ്റ്റാറ്റ്യൂട്ടുകൾ, കൺവെൻഷനുകൾ, ജുഡീഷ്യൽ ഡിസിഷൻസ്, ഇതിൻ്റെയൊക്കെ ഒരു അവിയൽ പരുവാണ് UK കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഹാസ് നെവർ ബീൻ കോഡിഫൈഡ് ഇൻ ടു എ സിംഗിൾ ഡോക്യുമെൻറ്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലീഡിംഗ് സ്റ്റാറ്റ്യൂട്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, കൺവെൻഷൻസ്, ജുഡീഷ്യൽ ഡിസിഷൻസ് ആൻഡ് ട്രീറ്റീസ്. കണ്ടോ, ട്രീറ്റീസ്, ഉടമ്പടികൾ. മനസ്സിലായോ? ഇപ്പോൾ ബ്രിട്ടന് അകത്ത് തന്നെ വേറൊരു ചെറിയ പ്രദേശവുമായിട്ട് പാർലമെൻറ്റിന് ഒരു ഉടമ്പടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഉടമ്പടി വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഭരണഘടനയായിട്ട് അവർ അംഗീകരിക്കുകയാണ്. അല്ലാതെ അതൊരു ഭരണഘടന ഭേദഗതിയൊക്കെ ഇവിടെ ആക്കുന്ന പോലെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടി അതിൽ ചർച്ച ചെയ്ത് അത് പാസ്സായി പ്രസിഡൻറ്റിൻ്റെ ഒപ്പുവെച്ച്, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഭരണഘടനയിലേക്ക് ഒരു എൻട്രൻസ് ഇല്ല. അവിടെ അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടോ ഒരു നിയമമോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനയുടെ ഭാഗവും. അതാണ് അൺറിട്ടൺ. ഓക്കെ. പാർലമെൻ്ററി സോവറിനിറ്റി, ദ അൾട്ടിമേറ്റ് ലോ മേക്കിംഗ് പവർ വെസ്റ്റഡ് ഇൻ ദ UK പാർലമെൻറ്റ് to create or abolish any law is commonly regarded as defining the principle of the British Constitution. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം. ആ പാർലമെൻറ്റിനൊരു സോവറിനിറ്റി ഉണ്ട്. ആ പാർലമെൻറ്റ് ആ സോവറിനിറ്റി ഉപയോഗിച്ച് നിയമങ്ങൾ നിർമ്മിക്കുകയും എടുത്തു കളയുകയും ചെയ്യും. അതാണ് ബ്രിട്ടൻ്റെ. നേരെ മറിച്ച് റിട്ടണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ റവല്യൂഷൻ്റെയൊക്കെ അവസാനമൊക്കെ എല്ലാവരും ഒക്കെ കൂടെ അങ്ങ് എഴുതി ഉയർത്തി പൊക്കിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് റിട്ടണിനെ കുറിച്ച് ഞാൻ ഡിഫൈൻ ചെയ്യണ്ടല്ലോ. ഇപ്പോൾ റിട്ടണും അൺറിട്ടണും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് എപ്പോഴും ഓർമ്മ വേണം. നമ്മുടേതാണ് ലോകത്തെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയുടേതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പത്രവാർത്തയൊക്കെ വായിക്കുമ്പോൾ ഈ അമേരിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ US നിന്നുള്ള പ്രസിഡൻസോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ ഇന്ത്യയിൽ വന്നിട്ട് ഒരു നയതന്ത്ര പരിപാടിയിൽ അവർ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു നോർമലായിട്ടൊരു വാക്കുണ്ട്, വി ബോത്ത് ആർ ദി ഓൾഡസ്റ്റ് ഡെമോക്രസി ആൻഡ് ദ ലാർജസ്റ്റ് ഡെമോക്രസി. അവർ പറയുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യവും ഏറ്റവും വലിയ ജനാധിപത്യമാണ്. വലിയ ജനാധിപത്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വലിപ്പം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ജനങ്ങളുടെ വലിപ്പം, ജനസംഖ്യ എല്ലാം ഉണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ അവരുടെ പ്രസംഗങ്ങളും എക്സെപ്റ്റ്സ് ഫ്രം ദെയർ പ്രസ് മീറ്റും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിൻ്റെ കാര്യം ഇതാണ്, എപ്പോഴും ഏറ്റവും പഴയത് അമേരിക്ക എന്നും ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയത് ഇന്ത്യ എന്നും ഉള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അറിയാമല്ലോ, ഇത്രയും കാര്യങ്ങളുണ്ട്. ആനയുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഒരു ആനയുടെ അത്ര വലിപ്പമുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എൻ എലഫൻറ്റൈൻ സൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ആനയാണല്ലോ നമ്മൾ ഇന്ത്യയുടെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഇന്ത്യയും ചൈനയും തമ്മിലൊരു നയതന്ത്ര ബന്ധം പതുക്കെ ഇങ്ങനെ പൂവണിഞ്ഞ് വന്നപ്പോൾ പത്രങ്ങൾ എഴുതി അങ്ങനെ, ദ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ ആൻഡ് ദി എലഫൻറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ആനയുടെയും ഡ്രാഗണിൻ്റെയും നൃത്തം അല്ലേ. അപ്പോൾ ചൈനയിടയ്ക്ക് ഡ്രാഗൺ ആണല്ലോ, ഒരു സിംബോളിസമാണത്. അപ്പോൾ ആ സിംബോളിസം എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നതെന്നൊരു കോയിൻസിഡൻസിന് വേണ്ടി, ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ഉൾക്കൊള്ളിച്ചൊരു ഫോട്ടോയാണ്. അപ്പോൾ എലഫൻറ്റൈൻ സൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത്രയും വലിപ്പമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലിപ്പമാകാനായിട്ട് ഒരു 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഘടകമാണ് ദ ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് ഓഫ് ഇന്ത്യ അല്ലേ. ഭൗമവിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂവിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൗമ അല്ല സോറി, അത് തെറ്റായ പ്രയോഗമാണ്. ഭൂവിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട് ഇന്ത്യക്ക്
അല്ലേ? അങ്ങ് ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ, ഇപ്പുറത്ത് അസാമിലെ ടിൻസൂക്കിയ തൊട്ട് ഗുജറാത്ത് വരെ, ഗുജറാത്തിലെ പോർബന്തറാണെന്ന് തോന്നുന്നു, പോർബന്തർ സൈഡാണെന്ന് തോന്നുന്നു, അവിടം വരെ എന്തോരം പരന്ന് കിടക്കുന്നു, എന്തോരം ജോഗ്രഫീസിൽ, എന്തോരം ക്ലൈമറ്റ് വെറൈറ്റിയുടെ ഇടയ്ക്ക്, എന്തോരം കൾച്ചേഴ്സിൻ്റെ വെറൈറ്റിയുടെ ഇടയ്ക്ക് ഇന്ത്യ പരന്ന് കിടക്കുന്നു. അപ്പോൾ ഓരോ മേഖലയ്ക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നമ്മുടെ ഇതുണ്ടല്ലോ, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലോട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് കൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വലുതാണ്. പിന്നെന്താ? ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ട്. പിന്നെന്താ? അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. പല സ്ഥലങ്ങളിലുള്ള പോലെ ഫെഡറേഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും അതിനകത്തുള്ള സ്റ്റേറ്റ്സിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷനും, ടെക്സാസ്, ഇപ്പോൾ അമേരിക്കയിൽ പറഞ്ഞ ടെക്സാസ് ലോ എന്ന് പറഞ്ഞ് ടെക്സാസിനൊരു നിയമവും ഫെഡറൽ ലോ, ഫെഡറൽ നിയമമുണ്ട്. രണ്ടും തമ്മിലുള്ള തർക്ക വിതർക്കങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ട്രംപ് ആയതുകൊണ്ട് സംഭവിക്കാറില്ല, അതൊരു പൊളിറ്റിക്കൽ കമൻ്ററിയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ടെക്സസും ഫെഡറേഷനും തമ്മിൽ ഇപ്പോൾ നടക്കാറില്ല. എന്നാൽ ഫെഡറൽ ലോയും ന്യൂയോർക്കും തമ്മിൽ ചിലപ്പോൾ നടന്നെന്ന് വരും. ഇപ്പോൾ സോഹ്റാൻ മംദാനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതലായെന്ന് വരും. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, ബുൾഷിറ്റ്, പൊളിറ്റിക്കൽ ബുൾഷിറ്റ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലേ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യയുടെ പ്രത്യേകത അതല്ലേ. സെൻറ്ററിനുള്ള അതേ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ ഉള്ളൂ, ഇന്ത്യ മുഴുവൻ ഒരു ഭരണഘടനയേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും, എല്ലാ പ്രത്യേക ഗ്രൂപ്പുകൾക്കും, എല്ലാ അധസ്ഥിത വിഭാഗങ്ങൾക്കും, എല്ലാ മുന്നോക്ക വിഭാഗങ്ങൾക്കും എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ ഭരണഘടന എഴുതുമ്പോൾ അത് അത്രയും വലുതാവും. പിന്നെ എന്താ ഈ സംഭവം, ഡൊമിനൻസ് ഓഫ് ലീഗൽ ലുമിനറീസ്. എനിക്കൊക്കെ പണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഹൈലി ലീഗലായിട്ടുള്ള, ഹൈലി കുത്തും കോമയും നിറഞ്ഞ ലാംഗ്വേജാണ്. കാരണം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു, എന്താ, മക്കാളയുടെ കോഡ്സ് വന്ന സമയത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു പ്രത്യേക തരം തലമുറ ഉയർന്നു വരും. പിന്നീട് അവർ ലണ്ടനിലൊക്കെ പോയി ബാരിസ്റ്ററായിട്ട് പഠിച്ച്, അല്ല ആ സമയത്ത് ആരെടുത്താലും ബാരിസ്റ്ററാണ്. ഗാന്ധി എടുത്ത നിയമം പഠിക്കാൻ പോയി, നമ്മുടെ ജവഹർലാൽ നെഹ്റു എടുത്താൽ നിയമം പഠിക്കാൻ പോയ, ഏതെടുത്താലും നിയമം പഠിക്കാൻ പോയ ആൾക്കാരാണ്. ഫസ്റ്റ് മെമ്പർ സച്ചിദാനന്ദ സിൻഹ, ലോ മെമ്പർ ബി എൻ റാവു, ഇവരൊക്കെ ലീഗൽ ലുമിനറീസിൻ്റെ ഭാഗമാണ്. അംബേദ്കർ ലീഗൽ ലുമിനറി അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ലോ പഠിച്ചതുകൊണ്ട് ആ ബ്രിട്ടൻ എഴുതുന്ന കോംപ്ലക്സ് ലോയുടെ ആ ഒരു ഭാഷ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലും ഉള്ളത്. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ, ഇപ്പോൾ ഒരു വാക്ക്, ഇപ്പോൾ ദ സ്റ്റേറ്റ് ഹാസ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിനകത്ത് സ്റ്റേറ്റ്, ഡ്യൂട്ടി, ഫണ്ടമെൻ്റൽ റൈറ്റ്, സിറ്റിസൺ, ഈ 4 പദങ്ങളും എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. അതിനുവേണ്ടി വേറെ 4 സെക്ഷൻ. സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, സ്റ്റേറ്റിനകത്ത് സിറ്റിസൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഒരു സെൻറ്റൻസ് എടുത്താൽ അത് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ്സ് എ ട്രഡീഷൻ ഓഫ് ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റം, ഒരു ലീഗൽ ലാംഗ്വേജിൻ്റെ ട്രഡീഷനാണ്. ആ ലാംഗ്വേജ് ത്രൂ ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് എല്ലാം ഓരോന്നും ഡിഫൈൻ ചെയ്യും. ആ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്താ ലീഗൽ ലുമിനറീസിന് ഡൊമിനൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള ഭാഷ വന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ വലുതാണ്. അപ്പോൾ എന്തൊക്കെ കൂടിയാണ്, ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ് ഓഫ് ഇന്ത്യ ഒരു കാരണമാണ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ എന്താണ് കാരണമാണ്, അതിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഭാഗമാണ്. മനസ്സിലായോ? അതെങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിക്കും. അതുപോലെ തന്നെ എന്താണ് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഡൊമിനൻസ് ഓഫ് ലീഗൽ ലുമിനറീസ് അല്ലേ, നിയമവിദഗ്ധരുടെ അതിപ്രസരം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അവരുപയോഗിക്കുന്ന ഭാഷയാണ്, അവരുപയോഗിക്കുന്ന കോംപ്ലക്സ് ഭാഷയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ എപ്പോഴെങ്കിലും മെയിൻസിൽ ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇത്രയും പോയിൻറ്റ്സ് അത് എഴുതാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കൂ. ഓക്കെ, അടുത്ത എന്താണ്,
അപ്പോൾ ഈ സ്ട്രക്ചർ എന്നുള്ളത് മാത്രമല്ലാതെ എന്താ ഇതെപ്പോഴും റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഒരുപാട് നിയമ ഭേദഗതികൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയാൽ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലത് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെച്ച് പോയിക്കോ. നമ്മളിപ്പോൾ അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരു സെക്ഷൻ കണ്ട് എപ്പോഴും പഠിക്കണമെന്നില്ല. ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇത് എഴുതി വെച്ച് പോകാം, നിങ്ങൾക്ക് പോയി റിസർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പോൾ അത് അമെൻമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ കൂടുതലായിട്ട് പിന്നെ നമ്മൾ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താ ഫസ്റ്റ് വരുന്നത് 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അല്ലേ. ഒരു റീസെൻ്റ്ലി നടന്നൊരു റീസെൻ്റ്ലി ഞാൻ ഉദ്ദേശിച്ച കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമ ഭേദഗതിയാണ്. എന്താണ് 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഗ്രാൻഡഡ് എ 10% റിസർവേഷൻ ഫോർ EWS ഇൻ ഗവൺമെൻറ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 10% സംവരണം. EWS എന്താ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് സാമ്പത്തികമായിട്ട് അത്ര മുന്നോക്കമല്ലാത്ത സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അവർക്ക് കൊടുക്കുന്നതിന് എന്തിനാണ്? കാരണം ജാതീയമായിട്ടുള്ള സംവരണം കൊടുക്കുമ്പോൾ ജാതീയമായിട്ടുള്ള സംവരണം കിട്ടാത്ത കാറ്റഗറിയിലുള്ള എന്താ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ തഴയപ്പെടുന്നു എന്നുള്ളൊരു പരാതി കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമീകരണം കൊണ്ടുവരാനായിട്ട് എന്താണ് EWS 10% റിസർവേഷൻ, ജനറൽ കാറ്റഗറി ഉള്ളവർക്കും ആ 10% റിസർവേഷൻ കിട്ടി. അതിൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അമെൻമെൻറ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിജിഡ് അല്ല, ഇതെന്താ ഫ്ലെക്സിബിൾ നേച്ചറാണ്. അമെൻമെൻ്റ് എല്ലാം ഫ്ലെക്സിബിൾ നേച്ചറാണ്. പിന്നെ അത് അടുത്തത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 CAA. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. Provided a faster path to citizenship for specific non-Muslim refugees from Pakistan, Afghanistan and Bangladesh who entered India on or before December 31, 2014. പിന്നെന്താ അൺലോഫുൾ പ്രിവെൻഷൻ UAPA അറിയാമല്ലോ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അപ്പോൾ അൺലോഫുൾ ആക്ടിവിറ്റീസിൻ്റെ പ്രിവെൻഷൻ നമുക്കറിയാം ഒരുപാട് തീവ്രവാദ കേസുകളിലൊക്കെ ഉപയോഗിക്കുന്ന നിയമമാണ് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് UAPA ഒക്കെ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഇതിനകത്തൂടെ എല്ലാത്തിലൂടെ പോയി. NIA ആക്റ്റും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്റ്റും അതിൻ്റെ കൂടുതൽ അമെൻമെൻറ്റ് കൂടുതൽ പവർ കൊടുത്തതൊക്കെയാണ് ഈ ഒരു അമെൻമെൻറ്റ്. allowed the central government to designate individuals as terrorists in addition to organizations and provided for more power to the National Investigation Agency for property seizure. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA എല്ലാവർക്കും അറിയാം NIA ഒക്കെ എന്താണെന്നൊക്കെ. 2008 മുംബൈ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് NIA വരുന്നത്. ആ NIA ആക്റ്റിൽ അവർക്ക് കുറച്ചുകൂടെ പവേഴ്സ് കൊടുത്ത ഒരു അമെൻമെൻറ്റ് ആക്റ്റാണ്. പിന്നെന്താ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്. എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്ത് മാറ്റിയ ആക്റ്റാണ്. ഒരുപാട് ഭയങ്കര വലിയൊരു സംഭവമായിരുന്നത്. 370 എടുത്ത് കളഞ്ഞ സംഭവം. പിന്നെന്താ വേറെ ഒന്നെന്താ 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2020. അതെന്താണ് എക്സ്റ്റെൻഡഡ് റിസർവേഷൻസ്. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ SCs ആൻഡ് STs ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫോർ എ പീരിയഡ് ഓഫ് 10 years ഫ്രം 2020 to 2030. അതെ, കാരണം ഇത് വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. പക്ഷേ അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർവേഷൻ വന്ന അതായത് എസ്പെഷ്യലി ഈ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവ് ഒരു കട്ട് ഓഫ് പോയിൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ഓഫ് പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് 2020 നിന്ന് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്തോട്ടുള്ള 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ്. പിന്നെന്താ അബോളിഷ്ഡ് ആംഗ്ലോ ഇന്ത്യൻ സീറ്റ്സ്. ഇറ്റ് ഡിസ്കണ്ടിന്യൂഡ് ദ റിസർവ്ഡ് സീറ്റ്സ് ഫോർ ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്. നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ കേരള നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും നിങ്ങൾ PSC പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വരെ അറിയാം. അത് നമ്മൾ ലോക്സഭയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് റിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സീറ്റുകൾ റിസർവ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിർത്തലാക്കിയ പരിപാടി ഉണ്ടായിരുന്നു, അമെൻഡ് ചെയ്തു. പിന്നെന്താ 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2021. അതെന്താണ് ഇത് റീസ്റ്റോർഡ് എന്നാണ് കേട്ടോ. റീസ്റ്റോർഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു റെക്കഗ്നൈസ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് SEBCs which include the group commonly known as other backward classes are communities for which state can provide special provisions for affirmative action in India. ഈ അഫിർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവരുത്. റിസർവേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അഫിർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ റീസ്റ്റോർഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു റെക്കഗ്നൈസ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ്. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് SEBC എന്ന് വെച്ചാൽ സാമൂഹികവുമായിട്ടും സാമ്പത്തികവുമായിട്ടും ബാക്ക്വേർഡ് നിൽക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ OBC എന്ന് പറഞ്ഞവരെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2021 നടന്നത്. പിന്നെ നടന്ന അടുത്ത 106ാമത് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ EWSഉം ജമ്മു ആൻഡ് കാശ്മീർ ബില്ലും അല്ലെങ്കിൽ
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ വിമൻസ് റിസർവേഷൻ ബിൽ 106th അമെൻമെൻറ്റ് ആക്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 106th അമെൻമെൻറ്റ് ആക്ട് ആണ് വിമൻസ് റിസർവേഷൻ ബിൽ. സോ ദിസ് ആക്ട് റിസർവ്സ് 1/3 ഓഫ് സീറ്റ്സ് ഫോർ വിമൻ ഇൻ ദ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ഡൽഹിയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്സഭയിലൊക്കെ സ്ത്രീകൾക്ക് 3/1 സീറ്റ് കൊടുക്കാനുള്ള അമെൻമെൻ്റ് ആണ് 106ാമത്തെ അമെൻമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസസ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാഠത്തിൽ, ഈ ചാപ്റ്ററിൽ. അപ്പോൾ അത് നമ്മൾ 2 തരത്തിൽ തരംതിരിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ്. ഒന്നെന്ന് പറഞ്ഞാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് കൊണ്ട ഇൻഫ്ലുവൻസ്. 2 പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങളുടെ. ഇത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഇൻഫറൻസ് ആണ് അല്ലേ. 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് മുന്നിൽ എന്താണ് വളരെ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുക എന്ന് വരുമ്പോൾ അവർക്ക് റെഫറൻസ് പോയിൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഏതാണ്? അതിന് മുന്നേ ഇവിടെ നടക്കുന്ന 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണല്ലേ, നമ്മൾ ആദ്യം പഠിച്ചില്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് അതിൻ്റെ റെഫറൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു സ്കെലിട്ടൺ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സാധൂകരിക്കുന്ന പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മോർ ദാൻ ഹാഫ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ about 250 are identical to or bear a close resemblance to the Act of 1935. അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പകുതിയിൽ കൂടുതൽ ആക്റ്റുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസുമായിട്ട് സാമ്യമുണ്ട്. അതായത് ഏതാണ്ട് 250ഓളം. അപ്പോൾ നാളെ നോക്കൂ, ഈ ദ സ്ട്രക്ചറൽ പാർട്ട് ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു സ്കെലിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ആ ഡിസൈൻ എവിടുന്നാണ് ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു അടിത്തറ ഉണ്ടെങ്കിലല്ലേ അതിന് മുകളിൽ പൊക്കി കെട്ടാൻ പറ്റൂ. ആ അടിത്തറയായിട്ട് വർത്തിച്ചത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അവിടുന്ന് എന്തൊക്കെയാണ് വന്നത്? ദ ഫെഡറൽ സ്കീം. ഞാൻ പറഞ്ഞില്ലേ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ ഫെഡറലിസം നടപ്പിലാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചൊരു ആക്റ്റാണ്. പക്ഷേ ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ വിമുഖത കൊണ്ട് അത് നടപ്പിലായില്ല. സോ ഫെഡറൽ തത്വങ്ങൾ 1935 ഗവൺമെൻറ് ഓഫ് ആക്ട് എന്നാണ്. പിന്നെ ജുഡീഷ്യറി ഗവർണേഴ്സ് അല്ലേ, കോടതികളുടെ പ്രവർത്തനം. ഗവർണർ എന്ന് വെച്ചാൽ സെൻറ്റർ യൂണിയൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവർണർ. മനസ്സിലായോ? എന്തിന്? പ്രൊവിൻസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ എമർജൻസി പവേഴ്സ് അല്ലേ, അടിയന്തരാവസ്ഥ സമയങ്ങളിലെ പവേഴ്സ്. PSCs, പബ്ലിക് സർവീസ് കമ്മീഷൻസ് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ നമ്മുടെ 2 പ്രവിശ്യകൾക്ക് ഒരു കമ്മീഷൻ, ആ രീതിയിലൊക്കെ ഉള്ള. അപ്പോൾ അത്രയൊന്നും ഇല്ലാതെ സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷനുകളും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ വന്നത് അവിടെ നിന്നാണ്. അതേസമയം ഫിലോസഫിക്കലായിട്ടുള്ള തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള മറ്റു പല കോൺസ്റ്റിറ്റ്യൂഷൻസ് നിന്നാണ് വന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വന്ന് എവിടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലേ. കാരണം നിങ്ങൾ അമേരിക്കൻ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഒക്കെ എപ്പോൾ നോക്കിയാലും ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP അത് വന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തത്വപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അന്തസ്സത്തെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യങ്ങൾ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, രാഷ്ട്രീയപരമായ പാർട്ട് എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ ഘടന, ക്യാബിനറ്റിൻ്റെ ഘടന, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും ജുഡീഷ്യറും തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോൾ. ഫസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്. അപ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതൊക്കെ തരത്തിൽ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇതും നിങ്ങൾക്ക് മെയിൻസിന് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദിച്ചൂടെ, എക്സാമിൻ ഹൗ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആക്ട്സ് ആസ് എ സ്കെലിട്ടൺ, acts as a foundation upon which the makers of Indian constitution wrote the lengthiest constitution that existed in the world എന്ന രീതിയിലൊരു ചോദ്യം വന്നൂടെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് അത് എഴുതാം.
ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ മെയിൻസും കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലെക്ചറിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ടുകൾ നിങ്ങൾ എഴുതി വെച്ച് പോസ് ചെയ്ത് എഴുതി വെച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും കൂടെ നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സീരീസാണിത്. ഓക്കെ. അപ്പോൾ 1935 ആക്ടിന് അങ്ങനെ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്, അപ്പോൾ അംബേദ്കർജി പറഞ്ഞിരിക്കുന്നു നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഫ്രെയിംഡ് ആഫ്റ്റർ റാൻസാക്കിംഗ് ഓൾ ദ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ്. റാൻസാക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ അലമാരിയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ തുണിയൊക്കെ തപ്പി മറിച്ചിടില്ലേ, മൊത്തത്തിൽ അങ്ങ് കരിമീൻകാട്ടിൽ ആന കയറി പോലെ. അപ്പോൾ അങ്ങനെയാണ് അംബേദ്കർജി വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകളൊക്കെ വളരെ സമൂലമായിട്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷനും മനസ്സിൽ വയ്ക്കുക. പിന്നെന്താ, റിജിഡ് ബട്ട് ഓൾസോ ഫ്ലെക്സിബിൾ. ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. റിജിഡാണ്. അപ്പോൾ രണ്ടിനും നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്, റിജിഡായിട്ട് തന്നിരിക്കുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് റിക്വയർസ് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഫോർ ദർ അമെൻമെൻറ്റ്സ്. റിജിഡ് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നല്ല ലൂസ്, ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് പ്രൊവിഷൻസും അതിനകത്ത് നിയമങ്ങളും അതിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അമെൻമെൻറ്റുകൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേക പ്രോസസ്സ് വേണം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതേസമയം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എഴുതി വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളുടെയും കൺവെൻഷനുകളുടെയും ജുഡീഷ്യൽ ഡിസിഷനുകളുടെയും ഒരു കൂട്ടിക്കെട്ടാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലെന്താ, എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ഇൻ ദ സെയിം വേസ് ആൻഡ് പ്രോസസ്സസ് ത്രൂ വിച്ച് നോർമൽ ലെജിസ്ലേഷൻ ടേക്സ് പ്ലേസ്. സാധാരണ ഒരു നിയമനിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്, അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അമെൻമെൻറ്റ് നടക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു എക്സാമ്പിൾ. അവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതാവട്ടെ ഉള്ള നിയമങ്ങൾ മാറ്റുന്നതാവട്ടെ വളരെ കോംപ്ലക്സ് ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടന. അതെങ്ങനെയാണ് ആവുന്നത് എന്നുള്ളത് നമുക്കിത് ഈ ചുമപ്പിൽ കാണിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 368 എന്ന ആർട്ടിക്കിൾ പരിശോധിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ ഇതിൻ്റെ ഫ്യൂഷൻ ആവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ശ്രദ്ധിച്ച് വായിക്കൂ. 368 പ്രൊവൈഡ്സ് ഫോർ 2 ടൈപ്സ് ഓഫ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് എന്താ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ മിക്സ് ഓഫ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. രണ്ടിൻ്റെ മിക്സ് ആണ്. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 368 പ്രൊവൈഡ്സ് ഫോർ 2 ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ്. 2 ടൈപ്പിലുള്ള ഭേദഗതികൾ 368 പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്ക്. ഫസ്റ്റ് എന്താ, സം പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. That is a 2/3 majority of the members of each house present and voting and a majority of the total membership of each house. ആദ്യത്തെ അത്. രണ്ടാമത്തത് വായിച്ചിട്ട് പറയാം ഞാൻ കേട്ടോ. സം അതർ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്റ്റേറ്റ്സ്. ഇത് 368 ഈ ആർട്ടിക്കിൾ 368 കീഴിൽ ചില പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് തന്നെ 2 രീതിയിൽ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് 2 രീതി? ആ 2 രീതികളുടെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഭൂരിപക്ഷം, ഏത് ടൈപ്പ് ആൾക്കാരുടെ സമ്മതം. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്താ, സം പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. അതായത് 3/2 മെജോറിറ്റി വേണം, 3/2 ഭൂരിപക്ഷം വേണം. അതുമാത്രമല്ല 2 ഹൗസിൻ്റെയും കൂടെ ടോട്ടൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴും ഭൂരിപക്ഷം വേണം. അപ്പോൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ 3/2 ഭൂരിപക്ഷം വേണം എന്നുള്ളത് മാത്രമല്ല, ഈച്ച് ഹൗസിൻ്റെയും 2 ഹൗസും കൂടെ ഉള്ളപ്പോൾ ടോട്ടൽ മെജോറിറ്റി വേണം. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ആർട്ടിക്കിൾ 368 ചർച്ച ചെയ്യാം. പിന്നെന്താ, സം അതർ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ അടുത്തത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ്. എന്താ, അതിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം, പക്ഷേ ടോട്ടൽ സ്റ്റേറ്റ്സിൻ്റെ, അതായത് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അതിലെ പകുതി ആൾക്കാരുടെ റാറ്റിഫിക്കേഷൻ മതി അല്ലേ. ഇനി ഇതൊന്നും അല്ലാതെ ആർട്ടിക്കിൾ 368 അല്ലാതെ കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്, വേർ ആർ സം പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ഇൻ ദ മാനർ ഓഫ് ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്. സോ ദീസ് ഡസൻ കം അണ്ടർ ആർട്ടിക്കിൾ 368. മനസ്സിലായല്ലോ? വളരെ നോർമലായിട്ട് സാധാരണ നിയമനിർമ്മാണം നടക്കുന്ന പോലെ തന്നെ പാസ്സാക്കാൻ പറ്റുന്ന ചില പ്രൊവിഷൻസ്, അത് ആർട്ടിക്കിൾ 368 കീഴിൽ വരില്ല. അതേസമയം 368 ഉള്ളിൽ വരുന്നതിൽ തന്നെ 2 ടൈപ്പ് ഇത്തരത്തിലുള്ള വ്യത്യാസവും ഡിഫറൻഷിയേഷനും ഉണ്ട്. മനസ്സിലായല്ലോ? ഏതാ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് വേണം. അതെന്താ സ്പെഷ്യൽ മെജോറിറ്റി? 3/2 ഭൂരിപക്ഷം വേണം. അതുമാത്രമല്ല 2 ഹൗസിനെയും കൂടെ ടോട്ടൽ മെജോറിറ്റി വേണം. മനസ്സിലായോ? അടുത്ത പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് മതി, പക്ഷേ
ടോട്ടൽ സ്റ്റേറ്റ്സിൽ പകുതി സ്റ്റേറ്റുകളുടെ, അതായത് ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭയിൽ പകുതി സ്റ്റേറ്റ്സിൻ്റെ എന്താണ് റാറ്റിഫിക്കേഷൻ വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഈ ആർട്ടിക്കിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ വളരെ റിജിഡ് അല്ല, വളരെ ടഫ് അല്ല, എന്നാൽ വളരെ ഫ്ലെക്സിബിളും അല്ല. വളരെ റിജിഡ് അല്ല എന്ന് പറയുന്നത് ഈ കാര്യം 368 അല്ലാത്ത എല്ലാ അമെൻമെൻറ്റും എന്താ സുഖമായിട്ട് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് പോലെ പാസ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്. അതേസമയം 368 തന്നെ എന്താ റിജിഡാണ്. റിജിഡിൻ്റെ 2 ടൈപ്പ് ലെവലുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള ഏറ്റവും എക്സാമ്പിളാണ് ആർട്ടിക്കിൾ 368. അപ്പോൾ മെയിൻസിൽ ചോദ്യം വരികയാണ്, എക്സാമിൻ ആർട്ടിക്കിൾ 368 in light of the fact that the Indian constitution is a mix of rigid and flexible nature എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്താ റിജിഡായിട്ടും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് എന്നുള്ളത് സമർത്ഥിക്കുക ആർട്ടിക്കിൾ 368 ഉപയോഗത്തോടു കൂടെ എന്ന്, അതിൻ്റെ പരിശോധനയിലൂടെ എന്ന് ചോദിക്കാമല്ലോ അല്ലേ. അപ്പോൾ അതാണ് റിജിഡ് ഫ്ലെക്സിബിലിറ്റിയും ആർട്ടിക്കിൾ 368 പിന്നെ എന്താ അടുത്തത് എന്താ വരുന്നത്? അടുത്ത പ്രോപ്പർട്ടി നമ്മൾ വരുന്നത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെക്ചറിൻ്റെ തുടക്കത്തിൽ അംബേദ്കറിൻ്റെ ഒരു കോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫെഡറൽ സിസ്റ്റം ഉണ്ട്, ഫെഡറൽ തത്വങ്ങളുണ്ട്, എന്നാൽ എന്താണ് യൂണിറ്ററി ബയസ്, ഒരു സെൻറ്റർ, ഒരു യൂണിയനാണെന്നുള്ളൊരു ചായ്വുമാണ് അധികം. അപ്പോൾ ഫെഡറൽ തത്വങ്ങളൊക്കെ എന്താ? ഫെഡറൽ തത്വങ്ങൾ, ഫെഡറലിസം എന്ന് പറഞ്ഞ വാക്ക് ഭരണഘടനയിൽ എവിടെ ഇല്ല, എന്നാൽ ഫെഡറൽ തത്വങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് ഫെഡറൽ തത്വങ്ങൾ പാലിക്കപ്പെടുന്നത്? ദാ ഈ പോയിന്റ്സിലൂടെ 2 ഗവൺമെൻറ്റ്സ്, 2 ഗവൺമെൻറ് ഇല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട് അല്ലേ. ചൈനയിൽ എന്താണ് CPC, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പോലെ എല്ലാ പ്രവിശ്യ അവിടുന്ന് ഷീ ജിൻപിങ് അല്ല ഭരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രലിന് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ എന്താ ഇത് പ്രവിശ്യകൾക്ക് സ്വയം ഭരണാധികാരം പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഫെഡറലിസം ആയില്ലേ. പിന്നെ എന്താ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. എല്ലാ പവറും അങ്ങനെയാണോ? അല്ല. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അങ്ങനെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇന്ന വസ്തുക്കൾ ഇന്ന ആൾക്കാരാണ് ഭരിക്കുന്നത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എഴുതി വെച്ച ഭരണഘടനയാണ്, തോന്നിയ പോലെ അല്ല സ്റ്റേറ്റ്സിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന, ആ എഴുതി വെപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഫെഡറലിൽ റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു കാര്യത്തിനെ പൊക്കിപ്പിടിക്കും. നമ്മൾ പറഞ്ഞില്ലേ ബൈക്യാമറലിസം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, 2 ഹൗസിൻ്റെ, അതൊക്കെ അതിൻ്റെ നേച്ചറാണ്. ഇനി യൂണിറ്ററി ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എന്താ? സ്ട്രോങ് സെൻറ്റർ ഉണ്ട് അല്ലേ. ഞാൻ നേരത്തെ PM ശ്രീയുടെ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞില്ലേ എങ്ങനെ സ്ട്രോങ് ആവുന്നതെന്ന്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരേ ഒരു ഭരണഘടനയാണ്, രാജ്യത്തുടനീളം ഒരേ ഒരു ഭരണഘടനയാണ്, അല്ലാതെ വേറെ പ്രത്യേകം ഭരണഘടനകളില്ല. സിംഗിൾ സിറ്റിസൺഷിപ്പാണുള്ളത്. ഇന്ത്യൻ സിറ്റിസൺ ആണ് ഞാൻ കേരളത്തിൻ്റെ പൗരനോ തമിഴ്നാടിൻ്റെ പൗരനോ തെലങ്കാനയുടെ പൗരനല്ല. ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഞാൻ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. പിന്നെ എന്താ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത് യൂണിറ്ററി ഇതിൻ്റെ നേച്ചറാണ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ജുഡീഷ്യറി ഉണ്ട്. പിന്നെ എന്താ ഗവർണേഴ്സ് ഉണ്ട്, ഓൾ ഇന്ത്യ സർവീസ്, IAS IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇവരൊക്കെ ഇല്ലേ. കേരളത്തിലുള്ള ആൾ തന്നെയാണ് നമ്മളെ വന്ന് നമ്മുടെ DGP ആവുന്നുണ്ടോ? ഇല്ല. റവാഡ ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശുകാരനല്ലേ നമ്മുടെ ഇപ്പോഴത്തെ DGP അല്ലേ. അപ്പോൾ അതെന്താ? അത് യൂണിയൻ്റെ പവറല്ലേ, ഡൽഹിയിൽ നിന്നുള്ള പവറല്ലേ ആണ്. പിന്നെന്താ എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാരാ? കേരള സർക്കാരാണോ? അല്ല, ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും സംസ്ഥാനത്ത് അനിഷ്ടമായൊരു സംഭവം നടന്നിട്ട് ആ സംസ്ഥാനത്തെ സർക്കാർ അതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എമർജൻസി പ്രഖ്യാപിക്കില്ലേ. അപ്പോൾ അതെന്താ? ഒരു യൂണിറ്ററി ബയസുള്ള സംവിധാനമായതുകൊണ്ടല്ലേ. അതെ, ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ആ 2 വ്യത്യാസം. പിന്നെ അടുത്ത ഫീച്ചറാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള എന്താ മനോഹരമായ ചിത്രം, ഇതെന്താണെന്നറിയോ? ഇത് വെസ്റ്റ്മിൻസ്റ്റർ പാർലമെൻ്റ് ആണ്, ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെൻ്റാണിത്. ഓക്കെ, ഇതെന്തിനാണ് ഈ ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മോഡലിനെ വെസ്റ്റ്മിൻസ്റ്റർ സിസ്റ്റം അല്ലെങ്കിൽ വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ എന്നാണ് വിളിക്കുന്നത്. പണ്ടൊക്കെ പത്രത്തിൽ ഒരുപാട് വെസ്റ്റ്മിൻസ്റ്റർ, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പം ഞാൻ പത്രം വായിക്കാത്തതുകൊണ്ടാണ്, വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ഓൾസോ നോൺ ആസ് വെസ്റ്റ്മിൻസ്റ്റർ സിസ്റ്റം ഓർ വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ. മനസ്സിലായി? പൊളിറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ എന്താണ്
നമ്മൾ ഒരുപാട് സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തത് മറ്റ് രാജ്യങ്ങളുടെ ഇതിൽ നിന്ന് എടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതും DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ നോക്കിക്കേ, ഇതൊക്കെയാണ്. ദ പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്സ്, മെജോറിറ്റി പാർട്ടി റൂൾ, നിങ്ങൾക്കറിയാം ഭൂരിപക്ഷത്തിൻ്റെ റൂള്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി എങ്ങോട്ടാണ്? ലെജിസ്ലേച്ചറിലോട്ട് മാത്രമാണ്. ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ്. മെമ്പർഷിപ്പ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ ലെജിസ്ലേച്ചർ, മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ് മാത്രമല്ല മെമ്പർ ഓഫ് പാർലമെൻറ്റും കൂടിയല്ലേ, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൂടിയല്ലേ. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം MLA ആണല്ലോ. ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററുടെ ചീഫ് മിനിസ്റ്ററുടെ ലീഡർഷിപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്, ലോക്സഭ ഓർ അസംബ്ലി, അത് ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള അധികാരം. അപ്പോൾ ഇത്തരത്തിൽ സംവിധാനങ്ങൾക്ക് വളരെയധികം സാമ്യമുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് പാർലമെൻ്ററി ഫീച്ചർ. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ് എ സോവറിൻ ബോഡി ബട്ട് ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് നോട്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുറത്ത് എപ്പോഴും ജുഡീഷ്യറിയുടെ റിവ്യൂ ഉണ്ടാകും അല്ലേ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അങ്ങനെയല്ല, സോവറിനാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് എൻ എലക്റ്റഡ് ഹെഡ് വൈൽ ദ ബ്രിട്ടീഷ് സ്റ്റേറ്റ് ഹാസ് എ ഹെറിഡിറ്ററി ഹെഡ്. കാരണം എന്താ, ബ്രിട്ടനിലെ രാജാവല്ലേ. ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു ഇലക്റ്റഡ് ഹെഡാണ് റിപ്പബ്ലിക്കിന്, ബ്രിട്ടീഷ് സ്റ്റേറ്റിന് ഹെറിഡിറ്ററി ഹെഡാണ് അല്ലേ. പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് കോൾ ദ പാർലമെൻ്ററി സിസ്റ്റം ബോത്ത് ഇൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ ആസ് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് ബിക്കോസ് ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. മറ്റ് പല രാജ്യങ്ങൾ നമ്മൾ എടുത്ത് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ അധികാര പരിധി എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും പാർലമെൻ്ററി സിസ്റ്റത്തിനെ പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതാണ് അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അവിടുന്ന് ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ട് നമ്മൾ പാർലമെൻറ്റ് ഡിസൈൻ ചെയ്തു എന്ന് പറയുമ്പോഴും അതിൽ നിന്നുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനിയുള്ള വേറൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ജുഡീഷ്യൽ സുപ്രീമസി ആൻഡ് പാർലമെൻ്ററി സോവർണിറ്റി. ജുഡീഷ്യൽ സുപ്രീമസി, പാർലമെൻ്ററി സോവർണിറ്റി. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എന്താ ഞാൻ പറഞ്ഞത്, പാർലമെൻറ്റ് വളരെ പരമാധികാരം കൂടുതലാണ്. അതേസമയം US നോക്കൂ, US സുപ്രീം കോർട്ടിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ US വളരെയധികമാണ്. അവിടെ അവരാണ്. അപ്പോൾ US മെയിൻ സുപ്രീം കോർട്ടും ബ്രിട്ടനിൽ മെയിൻ ബ്രിട്ടീഷ് പാർലമെൻറ്റും. ഇപ്പോൾ US സുപ്രീം കോടതി ജഡ്ജികളെ നിയമിക്കുന്നത് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാന പാർട്ടികളായിട്ടുള്ള റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റും തമ്മിൽ എപ്പോഴും ഒരു വടംവലി നടക്കും. കാരണം അവരുടെ താല്പര്യമുള്ള ജഡ്ജികളെ സുപ്രീം കോടതിയുടെ കൗൺസിലിലേക്ക് ജഡ്ജികളായിട്ട് കൊണ്ടുവരാനുള്ള ഒരു വടംവലിയും രാഷ്ട്രീയ ലോബിയും എപ്പോഴും US നടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു അബോഷൻ പോലെ ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തീരുമാനിക്കുന്നത് കോടതിയാണ്, അവിടെ നിയമനിർമ്മാണത്തിൻ്റെ അല്ല. കാരണം എന്താ, കോടതി എന്താണ്, സുപ്രീം കോർട്ട് ഓഫ് ദ US അത് കോടതിയുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരെ നിയമം പോകുന്നുണ്ടോ എന്ന് നോക്കും. മനസ്സിലായോ? അതെന്താണെന്ന് ഞാൻ ഇവിടെ ഈ വരുന്ന സ്ലൈഡിൽ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സുപ്രീം ജുഡീഷ്യറി, 2 വാക്കുകൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. സുപ്രീം ജുഡീഷ്യറി അല്ല, ഞാനിപ്പോൾ പറയാൻ പോകുന്ന 2 ഫ്രേസസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ വായിച്ചേ, ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഓഫ് ദ USA സോ ദാറ്റ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ റെസ്പെക്ട്സ് ദ ഡോക്ട്രിൻ ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വെറാസ് ഇൻ US ഇറ്റ് ഫോളോസ് ദ പോളിസി ഓഫ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട എന്താ, ഇന്ത്യ എന്ന് എഴുതിയിട്ട് നേരെ എഴുതുക പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. US എന്ന് എഴുതിയിട്ട് നിങ്ങൾ നേരെ എഴുതുക ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇന്ത്യ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, US ഡ്യൂ പ്രോസസ് ഓഫ് ലോ. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഹെഡിങ് ജുഡീഷ്യറി ഇൻ US ആൻഡ് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ എന്ന് എഴുതുക. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യയിലെ കോടതിയിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം മൂലം നിർമ്മിതമായ പ്രൊസീജിയറിനെയാണ് ഇന്ത്യയിലെ കോടതികൾ ഡിഫെൻഡ് ചെയ്യുന്നത്. നിയമം എവിടെ ഉണ്ടാകുന്ന, പാർലമെൻറ്റിലല്ലേ ലെജിസ്ലേഷൻ നടക്കുന്നത്. ആ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമത്തിനെ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ കോടതികളുടെ അത് ഭരണഘടനയാവുന്നു. അവർ കൊണ്ടുവരുന്ന അമെൻമെൻറ്റ് ഭരണഘടനയാവുന്നു. അങ്ങനെയുള്ളതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഇന്ത്യൻ കോടതിയിലുണ്ട്. അതേസമയം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഐഡിയാസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്
അതിനെ ഡിഫെൻഡ് ചെയ്യുക. യു എസിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെനറ്റോ കോൺഗ്രസ്സോ ചേർന്ന് ഏതൊരു നിയമം പാസ്സാക്കിയാലും യു എസ് എയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചില തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് അത് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്താ ഇന്ത്യയിലേക്കാൾ പവറുണ്ട് യു എസിൽ. അതിനകത്ത് ഇൻക്രിമിനേറ്റിംഗ് പവറുണ്ട് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്. മനസ്സിലായോ? അതാണ് വ്യത്യാസം. അപ്പോൾ ഇന്ത്യയിൽ എന്താ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, പുസ്തകത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നു. യു എസിൽ എന്താ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, പുസ്തകത്തിന് വേണ്ടി പാർലമെൻറ്റിനെയോ അല്ലെങ്കിൽ സെനറ്റിനെയോ കോൺഗ്രസിനെയോ ചോദ്യം ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ദ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ വർക്ക്സ് ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഞാൻ തന്നെ എഴുതിയത് എൻ്റെ വേർഡ്സിൽ. എന്താണ് ഞാൻ തന്നെ എഴുതിയത് ഇൻ ദ സെൻസ് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബാക്കിയൊക്കെ ഫാക്റ്റാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫാക്റ്റ് ഞാൻ എൻ്റെ വേർഡ്സിൽ എഴുതിയ. ഇതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് മൊത്തമായിട്ട് എൻ്റെ ഒരു ഒരു നിരീക്ഷണം നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ് ഞാൻ. അതെന്താ, ഇൻ സിമ്പിൾ വേർഡ്സ്, ദ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ വർക്ക്സ് ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ പ്രൊട്ടക്ടറാണ് ജുഡീഷ്യൽ സിസ്റ്റം. ആൻഡ് ദെർബൈ ഡിഫെൻഡിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ സാങ്ക്ടിറ്റി അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദ യു എസ് ജുഡീഷ്യറി ഹവർ റിവ്യൂസ് വെദർ ദ ലോസ് ആർ മെയ്ഡ് എൻഷോർസ് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് റിഗാർഡ്ലെസ് ഓഫ് ദ വാലിഡിറ്റി ഓഫ് ദ ലോ എൻഫോഴ്സ്ഡ്. അതായത് സെനറ്റോ കോൺഗ്രസ്സോ പാസ് ചെയ്ത് വാലിഡായ ഒരു ലോ ആണെങ്കിൽ പോലും സിറ്റിസൺസിൻ്റെ റൈറ്റ്സിനെ അത് സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിലെ കോടതികൾ എന്താ റൈറ്റ്സിനെ സംരക്ഷിക്കുന്നില്ല എന്ന്. ഉണ്ട്, പക്ഷേ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്കിതേ ചില കാര്യങ്ങൾ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അത് പരിശോധിക്കുന്നതിന് മുമ്പേ ഈ ചിത്രം നിങ്ങൾ നോക്കുക. ദ സൈക്ലിക് റിലേഷൻ ബിറ്റ്വീൻ ജുഡീഷ്യറി ആൻഡ് പാർലമെൻറ്റ് ഇൻ ഇന്ത്യ. ഒരു സൈഡിൽ ജുഡീഷ്യറി, വേറൊരു സൈഡിൽ പാർലമെൻറ്റ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ചില നിയമങ്ങൾ ഒരു ലിമിറ്റഡ് ആയിട്ട് ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വിധി പ്രസ്താവിക്കാനും പറ്റും. പക്ഷെ അങ്ങനെ പ്രസ്താവിച്ചാൽ തന്നെ എന്താ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞതനുസരിച്ചാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആർക്ക് മാറ്റാൻ പറ്റും? പാർലമെൻറ്റ് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊരു സൈക്കിളായില്ലേ? എന്താ, പാർലമെൻറ്റ് പാസ്സാക്കുന്നു, ജുഡീഷ്യറി പോകുന്നു, റിവ്യൂ ചെയ്യുന്നു, എന്തെങ്കിലും പ്രസ്താവിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ പാർലമെൻറ്റ് തന്നെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യും. പക്ഷേ അമെൻഡ് ചെയ്യുന്നതിനും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വലിയൊരു കൺഫ്യൂഷനില്ലേ? ആ കൺഫ്യൂഷനായിട്ട് വന്ന ഒരു കേസിൻ്റെ ഉത്തരവാണിത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. എനിക്കറിയാം, നിങ്ങൾക്ക് എപ്പോഴും അറിയാം, എല്ലാ പരീക്ഷയിലും ചോദിക്കും കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്താ പറഞ്ഞത്? ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യറീസ് ചെക്ക് ഓൺ പാർലമെൻറ്റ്, പാർലമെൻ്ററി സുപ്രീമസി. ജുഡീഷ്യറിയുടെ പാർലമെൻറ്റിലുള്ളൊരു ചെക്ക്, പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റ് സുപ്രീമസി കാണിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള ഒരു മഠത്തിൻ്റെ അധിപനായിരുന്നു. അപ്പോൾ കേരളത്തിൽ അന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഠവും അതുമായിട്ട് ചേർന്ന വസ്തുവകകളും പോകുമെന്നുള്ള അവസരം വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി. അതായത് പാർലമെൻറ്റിന് ഒരു നിയമം പാസ്സാക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ റൈറ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം കൈവശം വെച്ച് നടത്താനുള്ള റൈറ്റ് ഹനിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കോടതിയിൽ വന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബെഞ്ച്, 13 പേരടങ്ങുന്ന ബെഞ്ചാണ് ഈ വാദം കേട്ടത്. അപ്പോൾ എന്താ അവസാനം സംഭവിച്ചെന്താ? ദ കോർട്ട് ലിമിറ്റഡ് ദ പാർലമെൻറ്റ്സ് പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് റൂൾഡ് ദാറ്റ് ദ പാർലമെൻറ്റ് കനോട്ട് ഓൾട്ടർ ഓർ ഡെസ്ട്രോയ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങൾ പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫ്ലെക്സിബിളൊക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ റിജിഡ് കൂടിയാണ്. ആ റിജിഡ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ അമെൻഡ് ചെയ്യാമോ എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ എന്താ, അങ്ങനൊരു ചോദ്യം വന്നത് തന്നെ, അങ്ങനൊരു പ്രസിഡൻറ്റ് വന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിധിന്യായങ്ങൾ വരുമ്പോഴാണല്ലോ, ആ വിധിന്യായങ്ങൾക്കനുസരിച്ചാണ് നീതി നടപ്പാവുന്നതും അല്ലാത്തതുമൊക്കെ. അപ്പോൾ ആ വിധിന്യായം വന്നതൊരു പ്രസിഡൻറ്റ് സെറ്റ് ചെയ്തു കേശവാനന്ദ ഭാരതി കേസിൽ. എന്ത്? പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ പാർലമെൻറ്റ് മാറ്റാൻ പറ്റില്ല. എന്നാൽ കേശവാനന്ദ ഭാരതിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലം വീണ്ടും കിട്ടിയോ? അതില്ല. മനസ്സിലായോ? അത് കിട്ടിയില്ല. സോ കേശവാനന്ദ സൈഡ് വൺ ദ ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർഗ്യുമെൻറ്റ് പ്രൊട്ടക്ടിങ് സിറ്റിസൺസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം അൺലിമിറ്റഡ് അമെൻമെൻറ്റ് പവർ. എന്താ പറഞ്ഞത്? ദ കേശവാനന്ദ ജഡ്ജ്മെൻറ്റ് ക്ലിയർലി സെഡ് യെസ്, Parliament can amend any part of the constitution including fundamental rights as long as it doesn't destroy the basic structure. അത് പാർലമെൻറ്റിന് ഒരു ജയം കൂടിയാണ്. കാരണം എന്താ, കേശവാനന്ദ ഭാരതിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തിരിച്ച് കിട്ടിയില്ല. പക്ഷേ കോടതി ഒരു നിരീക്ഷണം നടത്തിയത് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റായി വരികയും
കോടതികളുടെ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം, അതായത് പാർലമെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള കോടതികളുടെ ഒരു കാഴ്ചപ്പാട് അതിൽ വരികയും, എന്നാൽ പാർലമെൻറ്റിൻ്റെ പവർ എന്താ അവിടെ എക്സിസ്റ്റ് ചെയ്യുക അവസാനം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതാണ് കേശവാനന്ദ ഭാരതി കേസിൽ. ഇത് മാത്രമല്ല, ഇതിനുശേഷം എന്താ നടന്നത്? 42nd അമെൻമെൻറ്റ് ആക്റ്റിൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ എന്ത് ചെയ്തു? പ്രിയാമ്പിൾ തന്നെ അമെൻഡ് ചെയ്തില്ലേ? പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇനി ഒന്ന് സെക്യുലറിസവും വേറെ എന്തൊക്കെ 2-3 വാക്കുകളൊക്കെ പ്രിയാമ്പിൾ പിന്നെ വന്നത്. അപ്പോൾ തന്നെ ആ ഒരു വാദഗതി അവിടെ തീർന്നു. കാരണം എന്താ? പാർലമെൻ്റ് അല്ലേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. പ്രിയാമ്പിളാണല്ലോ തത്വപരമായിട്ടുള്ള ഒരു നന്ദി ഭരണഘടനയുടെ. അപ്പോൾ അത് തന്നെ അമെൻഡ് ചെയ്തു. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ ജുഡീഷ്യറി പാർലമെൻറ്റിന് ഒരു ചെറിയ കൊട്ട് കൊടുക്കുന്ന പോലെയും, പിന്നീട് തിരിച്ചെന്താ പാർലമെൻറ്റ് അമെൻഡ് ചെയ്ത് അവരുടെ പവറും കാണിച്ചു. അപ്പോൾ അത്തരത്തിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സൈക്കിളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയും പാർലമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ള വളരെ രസകരമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഒന്നുമില്ല, വളരെ വലിച്ചൊന്നും നീട്ടുന്നില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അതെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ഹയറാർക്കിക്കൽ സിസ്റ്റം. സുപ്രീം കോടതി മേളിൽ, ഹൈക്കോടതി താഴെ, അതിൻ്റെ സബോർഡിനേറ്റ് കോർട്സുകൾ താഴെ. അതാണ് ഇൻ്റഗ്രേറ്റഡ്. എന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറിയുമാണ് അല്ലേ. ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറിക്ക് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ജുഡീഷ്യറിയെ വളരെ സാങ്ക്ടിറ്റി ഉള്ള ഒരു ബോഡി ആയിട്ടാണ് കാണുന്നത്. അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസോ മറ്റു പരമായിട്ടുള്ള താല്പര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഉള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഇൻഡിപെൻഡൻസ് കൊടുക്കുമ്പോൾ പോലും ഇമ്പീച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ജഡ്ജസ് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ പാർലമെൻറ്റിൽ വിളിച്ചു വരുത്തി ഇമ്പീച്ച് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഇൻ്റഗ്രേറ്റഡും ഇൻഡിപെൻഡൻ്റുള്ള ജുഡീഷ്യറി. ഇപ്പോൾ US നോക്കിയാൽ ഫെഡറൽ കോർട്സ് എൻഫോഴ്സസ് ദ ഫെഡറൽ ലോ, സ്റ്റേറ്റ് കോർട്സ് എൻഫോഴ്സസ് ദ സ്റ്റേറ്റ് ലോ. ഇങ്ങനെ രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ അതല്ല. ഇവിടെ കേരള ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും എൻഫോഴ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് സുപ്രീം കോർട്ട് ഈസ് ദ ഫെഡറൽ കോർട്ട്. ഇത്തരത്തിലുള്ള വാഴ്ത്ത് പേരുകളും ഉണ്ട് സുപ്രീം കോടതിക്ക്. ഫെഡറൽ കോർട്ടാണ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ, ദ ഗ്യാരൻറ്റർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആസ് വെൽ ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്താണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ ഫെഡറൽ കോടതിയാണ്, ഏറ്റവും വലിയ അപ്പലേറ്റ് കോടതിയാണ്. എല്ലാ അപ്പീലുകളും അവസാനം പോയി നിൽക്കുന്ന അവിടെയാണ്. ദ ഗ്യാരൻറ്റർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആണ്. മൗലികാവകാശങ്ങളുടെ രക്ഷകർത്താവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രക്ഷകർത്താവുമാണ് സുപ്രീം കോടതി അല്ലേ. ഇനി എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് പവറുകൾ? കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം കോടതിയെ ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ആ പവറുകൾ കൊടുക്കുന്നത്? ആ പവറുകൾ കൊടുക്കുന്നത് എങ്ങനെയാ? ഒരു മിനിറ്റ്. ആ പവറുകൾ കൊടുക്കുന്നത് ഇത്തരത്തിലാണ്. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഓഫ് ദ ജഡ്ജസ്. അതായത് ജഡ്ജസിന് അവരുടെ ടേം പൂർത്തീകരിക്കാനുള്ള സെക്യൂരിറ്റി ഉണ്ട്. അതിനകത്ത് വേറെ ഇംപീച്ച്മെൻ്റ് അല്ലാതെ വേറെ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊന്നും നടക്കില്ല. പിന്നെന്താ ഫിക്സഡ് സർവീസ് കണ്ടീഷൻ ഫോർ ജഡ്ജസ്. പിന്നെ എക്സ്പെൻസ് ബൈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, CFI. അതാണ് ആർട്ടിക്കിൾ 266 അനുസരിച്ചാണ് CFI. മനസ്സിലായോ? ആർട്ടിക്കിൾ 266 അനുസരിച്ചാണ്. അതാണ് ഇവിടെ ആർട്ടിക്കിൾ 266 എഴുതി വെച്ചിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല സർവീസുകളിൽ നിന്നും ട്രഷറി ബില്ലിൽ നിന്നുമൊക്കെ എടുക്കുന്ന വരുമാനവും, അതല്ലാതെ ഇന്ത്യൻ ഗവൺമെൻറ് ലോൺ അടയ്ക്കാനും ഒക്കെ ആ പൈസ ഒക്കെ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ചില പ്രത്യേകതരം ആൾക്കാരുടെ സാലറികളും ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജസിൻ്റെ സാലറിയൊക്കെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അതിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഉണ്ട് അവിടെ. മനസ്സിലായോ? ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. പിന്നെന്താ പ്രൊഹിബിഷൻ ഓൺ ഡിസ്കഷൻ ഓൺ ദ കോണ്ടക്ട് ഓഫ് ജഡ്ജസ് ഇൻ ലെജിസ്ലേച്ചേഴ്സ്. പാർലമെൻറ്റിൽ എവിടെയെങ്കിലും ഇംപീച്ച്മെൻറ്റ് ചെയ്യുമ്പോഴല്ലാതെ ജഡ്ജസിൻ്റെ ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ച അവിടെ അനുവദനീയമല്ല. പിന്നെന്താ ബാൻ ഓൺ പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതിയിലെ അല്ലേ. കാരണം അപ്പോൾ ഒരു തരത്തിലുള്ള ബയസ് ഒരു തരത്തിലും വരാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണത്. അപ്പോൾ അവർ സർവീസിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫേമിന് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാം, ഇത്ര ശമ്പളം തരാം, അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസിനും ഇടം കൊടുക്കുന്നില്ല. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പണിഷ്ഡ് ബൈ ഇറ്റ്സെൽഫ്. അറിയാലോ കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ കോടതി അലക്ഷ്യത്തിന് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? കോടതിക്ക് ഒരു നീതികേട് സംഭവിക്കുമ്പോൾ കോടതിക്ക് തന്നെ അത് കൊടുക്കാനുള്ളൊരു അധികാരമുണ്ട്. പിന്നെ സുവമോട്ടോ കേസുകളൊക്കെ എടുക്കുന്നതൊക്കെ കേട്ടില്ല, കോടതി സ്വമേധയാ കേസ് എടുത്തു എന്നൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനത്തുള്ള അധികാരമുണ്ട്. സെപ്പറേഷൻ ഫ്രം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലല്ലോ. എക്സിക്യൂട്ടീവിനോട് ആൻസറബിൾ അല്ല, എക്സിക്യൂട്ടീവ് ആൻസറബിൾ ആണ്.
മനസ്സിലായോ? ആൻസറബിൾ സുപ്രീം കോടതി ഒരേ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനോട് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തൊട്ട് തുടങ്ങും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒക്കെ നമ്മൾ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്നൊക്കെ എടുത്ത നോട്ട്സുകൾ കറക്റ്റായിട്ട് കീപ്പപ്പ് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ റെഡി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ.